രണ്ട് കോണി, ആ രണ്ട് കോണിയിൽ വേറൊരു വലിയ നേരെ എന്നാൽ കളഞ്ഞു. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബും ബെല്ലൈക്കണും അമർത്തി കൂടെ പോരൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഗുഡ് മോർണിംഗ്, നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് വക്കാലത്ത് അൽ ഗൗരി എന്ന് പറയുന്ന മംലക്ക രാജവംശത്തിലെ അവസാന രണ്ട് രാജാക്കന്മാർ നിർമ്മിച്ച, അവർ തുടങ്ങി വെക്കുകയും അവസാന രാജാവിൻ്റെ അച്ഛൻ, അതായത് വക്കാലത്ത് അൽ ഗൗരി എന്ന് പറയുന്ന രാജാവ് തുടങ്ങി വെക്കുകയും പിന്നെ മകൻ ഗൗരി അൽ ഗൗരി എന്ന് പിന്നീട് അറിയപ്പെട്ട മകൻ അത് പൂർത്തിയാക്കുകയും ചെയ്ത ഒരു കോംപ്ലക്സ് ആണ്. ഇത് വലിയൊരു ഹാളാണ്. അതിൽ പ്രത്യേക ഫ്യൂണറലായിട്ട് മൂപ്പര് മരണപ്പെട്ടാൽ മറവിടാൻ വേണ്ടി സ്ഥലമൊരുക്കിയതാണ് ഈ കാണുന്ന വലിയ ഗോപുരം. മൂപ്പരുടെ മർക്കസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ മൂപ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ മൂപ്പർക്ക് ഇവിടെ, അതായത് രാജാവിന് ഇവിടെ മരണപ്പെട്ട് കിടക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല. മൂപ്പര് നേരെ മറിച്ച് 1444 ഓട്ടോമൻ രാജവംശവുമായി ഇവർ ഇൻവേഡ് ചെയ്യുകയും അതിൽ അവർ മരണപ്പെടുകയുമാണ് ഉണ്ടായത്. 1447 ആ വാർ എന്തായി, അത് സമാധാനത്തിൽ കരാറിൽ ഒപ്പിട്ട് പിരിയുകയും പിന്നീട് 1515 ഇവർ ആ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഇൻവേഡ് ചെയ്ത സമയത്ത് ഓട്ടോമൻ രാജവംശം അത് ഇവർ കീഴടക്കുകയാണ് ഉണ്ടായത്. 1517 മുതൽ പിന്നീട് ഈജിപ്ത് ഭരിച്ചത്, മിസ്ർ ഭരിച്ചത് അത് പിന്നീട് ഓട്ടോമനായിരുന്നു. അപ്പോൾ അതുവരെ ഈജിപ്തിൻ്റെ എന്താ പറയുക, ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത്, അതിനുശേഷവും ഈജിപ്തിൻ്റെ ഗോൾഡൻ ഏജ് ആയിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന ഏജ് തുടങ്ങിയത് സിറിയ, ഈജിപ്ത്, ബഗ്ദാദ് ഇങ്ങനെ പോലെയുള്ള സ്ഥലങ്ങളിൽ ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന ആ ഒരു ഏജ് തുടങ്ങിയത് അത് മംലക്ക രാജവംശമായിരുന്നു. പിന്നീട് ഉസ്മാനിയ വരികയും അതുപോലെ തന്നെ അതിൻ്റെ രീതിയിൽ തന്നെ ആ പഠനവും പാഠ്യകർമ്മങ്ങളും മറ്റ് അനേകം ഗവേഷണങ്ങളും ആ ഒരു രൂപത്തിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതുപോലെ ധാരാളം കാര്യങ്ങൾ കൂടുതലായി ചെയ്യാൻ ഉസ്മാനിയക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാലും തുടങ്ങി വെച്ചിട്ടുള്ളത് അത് നമ്മുടെ പ്രിയപ്പെട്ട മംലക്ക രാജവംശമായിരുന്നു. അതിൻ്റെ കൊട്ടാരമാണ് അതിൽ അവർ ഉണ്ടാക്കിയ ഫ്യൂണറലാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ കോംപ്ലക്സും അപ്പുറമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ പൂർണ്ണമായിട്ട് നമ്മൾ കോംപ്ലക്സ് കാണിക്കുന്നതായിരിക്കും. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ്. ماشي على الفيديو مش موجود. Take it real soon. You know we got what you need, baby. So take it, move along. I said we got what you need, honey. Come and groove along. Come on. Rolling on the highway. നേരെ എന്നാൽ കളഞ്ഞു. അപ്പോൾ നിൽക്കാനുള്ളൊരു സ്പേസ് പോലുമില്ല. അത്രയും ഇരുണ്ട യുഗമാണ് മകനെ, ഇരുണ്ട യുഗം. ആ റൂമിലുള്ള രണ്ട് കോണി, ആ രണ്ട് കോണിയിൽ വേറൊരു വലിയ ഹാളിലേക്ക് എത്തും. ആൻഡ് ഇതൊക്കെ തലതിരിയാണ്, എന്താ സംഭവിക്കുന്ന അറിയില്ല. അമേസിങ്.
അടുത്ത വീഡിയോയിൽ അടുത്ത എപ്പിസോഡിൽ കാണാം. ഗുഡ് ലക്ക്. സബ്സ്ക്രൈബ് ചെയ്യാനോ ബെല്ലൈക്കൺ അമർത്താനോ മറക്കരുത്. ഇനി ആരെങ്കിലും അത് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും വേണം. എൻ്റെ കൂടെ ഒപ്പം വരണം. എന്നാൽ മാത്രമേ നമുക്ക് ഈജിപ്ത് മുഴുവനായിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുള്ളൂ. ഈജിപ്ത് എന്നാൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ 389 ടൂറിസ്റ്റ് പ്ലേസസ് ഉള്ളൂ. അതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്ലേസാണ്. അതുപോലെ ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെയധികം കൾച്ചറായിട്ടും ബിഹേവിയറലായിട്ടും എല്ലാം ഡിഫറൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രത്യേക നാടാണ് ഈജിപ്ത് എന്നുള്ളത്. ആൻഡ് ഐ എം വെൽക്കമിങ് യു ഓൾ വൺസ് അഗെയിൻ. നമുക്ക് എന്താക്കാം, ഈജിപ്തിനെ എക്സ്പ്ലോർ ചെയ്യാം. ഈജിപ്ത് ഫുള്ളും പൊളിച്ചടക്കാം. നമുക്ക് എന്തായാലും സെറ്റാക്കാം. അസ്സലാമു അലൈക്കും. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബും ബെല്ലൈക്കണും അമർത്തി കൂടെ പോരൂ.